ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാനും ഇക്കയും പിന്നെ മോനും കൂടെ നെസ്റ്റോ പോവാട്ടോ, കോട്ടക്കൽ നെസ്റ്റോയിൽ. അവിടെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അധികവും ഞങ്ങൾ പുറത്തൊക്കെ പോകലേ ഈ ഒരു രാത്രി സമയത്താട്ടാ. കാരണം ഇക്ക പണി കഴിഞ്ഞ് വരുമ്പോൾ വൈകുന്നേരമാവും. വൈകുന്നേരമായി പിന്നെ ചായ കുടിയും പിന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞെത്തുമ്പോഴത്തേക്ക് രാത്രിയാവും. ഇപ്പോൾ മഗ്‌രിബ് ബാങ്ക് നേരത്താണല്ലോ. അപ്പോൾ ഈ ഒരു സമയത്താണ് ഞങ്ങൾ അധികം ഇറങ്ങൽ. ഫോണിലാണെങ്കിൽ ചാർജ് കുറവാണ്. അപ്പോൾ ഫുള്ള് വീഡിയോ കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ നെസ്റ്റോൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. കോട്ടക്കൽ നെസ്റ്റോക്ക് ഞാനിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഒന്ന് ഉദ്ഘാടനം കഴിഞ്ഞ് ആ ഒരു സമയത്ത് വന്നിരുന്നു. അന്നൊക്കെ ഇവിടെ ഭയങ്കര ക്രൗഡായിരുന്നു കേട്ടോ. വണ്ടിയൊന്നും എവിടെയും പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യവും കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത്രയും തന്നെ അത്രയും ആളായിരുന്നു. ഞങ്ങളിപ്പോൾ നെസ്റ്റോൻ്റെ ഉള്ളിൽ കയറി വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാണ്. ഞാനും എൻ്റെ ഷെസൂട്ടനോട് ഇതാ അവൻ്റെ അബ്ബനെ കാത്തിക്കുക കേട്ടോ. അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യാണ്. ഈ ഒരു വീഡിയോ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാക്കട്ടോ. അവിടെ സജീർക്കൊപ്പം മൂപ്പരെ ഭാര്യയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് ആദ്യം കണ്ട സ്പോട്ട് മനസ്സിലാക്കിയത് കേട്ടോ. മൂപ്പരെ കാണണം എന്നുള്ളത് എൻ്റെ കുറേ കാലത്തൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. മൂപ്പരെ സോങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണല്ലോ. അപ്പോൾ ഇവിടുന്ന് അങ്ങനെ ആദ്യമായിട്ട് കണ്ട് ഞാൻ എടുക്കുന്ന വീഡിയോയിൽ ഞാൻ പോലും അറിയാതെ ഒരുപാട് വട്ടം എൻ്റെ മുന്നിലൂടെ പോയിട്ടുണ്ട്. അപ്പോഴൊന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇക്ക എന്നോട് പറഞ്ഞത് സജീർക്കൊപ്പത്തിനെ പോലത്തെ ഒരാളത് അവിടെ നിൽക്കുന്നതെന്ന്. ഇക്കാക്ക് ആളെന്നാണെന്ന് ശരിക്കും മനസ്സിലായിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ അത് സജീർക്കൊപ്പം തന്നെയാണ് കേട്ടോ. അപ്പോൾ കണ്ട പാടന്നെ ഞാൻ മൂപ്പരെ അടുത്ത് പോയി വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കോർണർക്ക് വന്ന് നൂഡിൽസൊക്കെ ഓർഡർ ചെയ്ത്. ഈ ഒരു സമയം എൻ്റെ ഫോണിൽ ചാർജ് പറ്റ കുറവായിരുന്നു കേട്ടോ. ഏത് നിമിഷവും സ്വിച്ച് ഓഫ് ആവും എന്നുള്ളൊരവസ്ഥയായിരുന്നു. പിന്നെ ഇക്ക പോയി അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ പേ ചെയ്ത് ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ച്. വാങ്ങിയ സാധനങ്ങളൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പോഴത്തേക്കും എൻ്റെ ഫോണിൽ ചാർജില്ലായിരുന്നു. ചാർജില്ലാതെ അങ്ങനെ സ്വിച്ച് ഓഫ് ആയി.
പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി, മീൻ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്ന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.